ഹലോ കൂട്ടുകാരെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡയറി ടെക്നോളജിയിൽ മിൽക്കിൻ്റെ കമ്പോസിഷൻ ആണ്. മിൽക്കിൻ്റെ കമ്പോസിഷൻ ഇൻ ഡീറ്റെയിൽ. നമ്മൾ മുമ്പ് മിൽക്കിൻ്റെ കമ്പോസിഷൻ ജസ്റ്റ് പെർസെൻറ്റേജ് ഒക്കെ വെച്ച് പറഞ്ഞായിരുന്നു. പക്ഷേ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓരോന്ന് സെപ്പറേറ്റ് എടുത്ത് പഠിക്കുവാണ്. ആദ്യം നമ്മൾ പഠിക്കുന്നത് ഫാറ്റാണ്. ഫാറ്റ്, മിൽക്കിൽ ഫാറ്റ് ഉണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ഫാറ്റിന്റെ കമ്പോസിഷൻ എടുത്താൽ മോർ ദാൻ 95%, 95% മേലെ എന്തുണ്ട്? ഫാറ്റ് ഉണ്ട്. ഇൻ ദ ഫോം ഓഫ് ഗ്ലോബ്യൂൾസ്. ഏത് ഫോമിലാണ്? ഗ്ലോബ്യൂൾസിന്റെ ഫോമിലാണ് ഫാറ്റ് കാണുന്നത്. ഓക്കെ, ഓഫ് 0.1 to 1.5 mu ഡയമീറ്റർ. അതിൻ്റെ ഡയമീറ്റർ ആണ് പറഞ്ഞ ഗ്ലോബ്യൂളിൻ്റെ 0.1 to 1.5 mu ഡയമീറ്റർ. കൗ മിൽക്കിന്റെ ഫാറ്റിന്റെ ഡയമീറ്റർ നോക്കിയാൽ കൗ ജനറലാണ് പറഞ്ഞ കേട്ടോ. 0.1 to 0.12 അല്ല, അതെ 0.1 to 1.5. പക്ഷെ അത് ജനറല്. അല്ലാതെ പറയുവാണെങ്കിൽ കൗ മിൽക്കിന്റെ ഫാറ്റ് 3.8 mu ആണ്. 3.8 mu ആണ്. 3.8 mu. എന്നാൽ നമ്മുടെ ബഫലോ മിൽക്കിന്റെ ഫാറ്റ്, ബഫലോ മിൽക്കിന്റെ ഫാറ്റ് എത്ര ശതമാനമാണ്? 4 to 10 ആണ്. 4 to 10 mu ആണ്. ആദ്യം പറഞ്ഞത് അല്ല, അത് 3 to 8 ആണ് കേട്ടോ. സോറി, 3.8 അല്ല, 3 to 8 ആണ് കേട്ടോ. കൗവിന്റെ 3 to 8 mu ആണ്. അപ്പോ ഇതിന്റെ അകത്ത് ആദ്യം പറഞ്ഞ ഫാറ്റിന്റെ കമ്പോസിഷൻ ആണ്. ഫാറ്റിന്റെ കമ്പോസിഷൻ 95% മേലെ ഒരു മിൽക്കിന്റെ കമ്പോസിഷൻ ഫാറ്റ് ആണെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഫ്ലാറ്റ് അല്ല, ഫാറ്റ്. എന്നാൽ ഈ ഫാറ്റ് ഏത് ഷേപ്പിലാണ് കാണുന്ന? ഗ്ലോബ്യൂളിന്റെ ഫോമിൽ. സാർ എന്തൊരു ബുദ്ധിമുട്ടാ സാർ, ഈ ഗ്ലോബ്യൂൾ എന്നുള്ള വാക്കൊക്കെ എങ്ങനെ കിട്ടും? വളരെ സിമ്പിൾ അല്ലേ പിള്ളേരെ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. തടിയന്മാരെ കാര്യം, തടിയുള്ളവർക്ക് ഫാറ്റ് ഉണ്ടെന്നൊക്കെ അല്ലേ നിങ്ങൾ പറയുന്ന? തടിയന്മാരുടെ വയർ കണ്ടിട്ടില്ലേ? ഗ്ലോബ് പോലെ അല്ലേ ഇരിക്കുന്ന? അപ്പോൾ കിട്ടിയോ? ഗ്ലോബ്യൂൾ. അപ്പൊ ഫാറ്റിന്റെ അകത്ത് ഗ്ലോബ്യൂൾസ് ഉണ്ട്. ആ ഗ്ലോബ്യൂൾസ് നോർമലി പറയുന്നത് 0.1 to 1.5. ആ 0.1 എന്ന് ഉദ്ദേശിക്കുന്നത് തടിയില്ലാത്തവരെ, വളരെ ശോഷിച്ച. തടിയുള്ളവരെ നിങ്ങൾ 1.5 അല്ലേ? 15 ആണ് കേട്ടോ. സോറി 15 ആണ്. 0.1 to 15 അല്ലേ? 0.1 to 15 മൈക്രോൺ. അതാണ് ജനറലി ആ ഒരു ആവറേജ് നിൽക്കും. 1.5 അല്ല കേട്ടോ. അപ്പൊ 0.1 to 15 മൈക്രോൺ ഡയമീറ്റർ ആണ് നമ്മുടെ ഗ്ലോബ്യൂളിന്റെ സൈസ് വരുന്നത്. എന്നാൽ കൗവിന്റെ കേസ് എടുത്താല്, പശുവിന്റെ കേസ് എടുത്താല്, വായിച്ചിട്ട് പറയാം. പശുവിന്റെ കേസ് എടുത്തു നിങ്ങൾ, കൗവിന്റെ കേസ് എടുത്താൽ എത്രയാണ്? 3 to 8 ആണ്. ആണോ? ജനറൽ ആണെങ്കിൽ 0.5 തൊട്ട് നമുക്ക് 15 mu വരെ കിട്ടും. എന്നാൽ കൗ എങ്ങനെ നിങ്ങൾക്ക് 3 to 8 കിട്ടും? ഓപ്ഷനിൽ 3 തൊട്ടെന്നുണ്ട്. അപ്പൊ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടി. 3 ഉണ്ട്. 3 എങ്ങനെ കിട്ടും കൗവില്? വളരെ ബുദ്ധിമുട്ടാ സാർ. കൗ എന്ന് എഴുതുള്ളവരെ COW 1 2 3 ലെറ്റേഴ്സ് അല്ലേ ഉള്ളൂ. അപ്പൊ കൗ 3 എന്ന് കിട്ടുവേ. 3 to 8 mu കിട്ടിയോ? കിട്ടി. എന്നാല് നമ്മൾ അടുത്ത പറയുന്നത് ബഫലോയുടെ കേസ് എടുത്താല് ബഫല്ലോ 4 to 10 ആണ്. എന്തായാലും 2 എണ്ണം കൂടുതലാണെന്ന് അറിയാം. ബഫലോയ്ക്ക് കുറച്ച് അഹങ്കാരം കൂടുതലാണ്. അതാണ് 10 ആയി പോയത്. 8 ഇല്ല, 10 തലയെന്നൊക്കെ കേട്ടിട്ടില്ലേ? രാവണൻ 10 തലയുള്ള രാവണനാണോ? ആണോ? അപ്പോൾ 10 കിട്ടാനാണ്. ക്ലിയർ ആണോ?
അപ്പൊ 4 to 10 എന്ന് കിട്ടണം. നിങ്ങൾക്ക് എങ്ങനെ കിട്ടും 4 to 10? സിമ്പിൾ ആണ്. ബഫലോയിൽ ഒരു എഫ്, 2 എഫ് ഉണ്ട്. ഒരു എഫ് എന്താ 4. ആ 4 to 10% അല്ല, 4 to 10 മ്യൂ ആണ്. അതാണ് സൈസ്. ഓക്കെ, ക്ലിയർ അല്ലേ? എന്തിന്റെ സൈസാ? ഗ്ലോബ്യൂളിന്റെ സൈസ്. അപ്പൊ നിങ്ങൾക്ക് ഗ്ലോബ്യൂളിന്റെ സൈസ് കിട്ടി. ഏതിന്റെയൊക്കെയാ? ബഫലോയുടെ കിട്ടി. ബഫലോയുടെ എന്ന് പറയുന്നത് എത്രയാ? 4 to 10. എന്നാ കൗവിന്റെയോ 3 to 8. എന്നാ ജനറലി 0.5 to 15. മറക്കല്ലേ, 1.5 അല്ല, എനിക്ക് തെറ്റിപ്പോയതാ. 1.5 അല്ല, 15 ആണ്. ഓക്കെ, ഇനി എത്ര ശതമാനത്തോളമാണ് ഫാറ്റ് കാണുന്നത്? 95% മേല്. ഓക്കെ, അത്രയും ക്ലിയർ അല്ലേ? ഇനി പറയുന്നത് അടുത്തത് എ തിൻ മെംബ്രെയിൻ. ഒരു തിൻ മെംബ്രെയിൻ കാണും. ഫാറ്റ് എന്ന് വെച്ചാല് ഒരു തിൻ മെംബ്രെയിൻ 8 തൊട്ട് 10 മ്യൂ ആണോ? അല്ല, നാനോമീറ്റർ ആണ്. മ്യൂ അല്ല, നാനോമീറ്റർ തിക്കിലാണ് എന്ത് കവർ ചെയ്യുന്ന? ലിക്വിഡ് ഫാറ്റ് ഡ്രോപ്ലെറ്റ് കവർ ചെയ്യുന്നത് ഒരു തിൻ മെംബ്രെയിൻ. ഒരു ലിക്വിഡ് ഫാറ്റ്, നിങ്ങൾ ആലോചിക്കുക, ഒരു ലിക്വിഡ് ആണെന്ന് വെച്ചോ. ഒരു ലിക്വിഡ്, ആ ലിക്വിഡ് ഫാറ്റിനെ കവർ ചെയ്യുന്ന ഒരു പോർഷൻ, ആ ഒരു തിൻ മെംബ്രെയിന്, അതിന്റെ സൈസ് എന്ന് പറയുന്നത് 8 തൊട്ട് 10 ആണ്. ഈ 8 തൊട്ട് 10 നിങ്ങൾ എവിടെയെങ്കിലും കണ്ട ഓർമ്മയുണ്ടോ? നേരത്തെ നമ്മൾ ആദ്യം പറഞ്ഞു കൗ എന്ന് പറയുന്നത് 3 to 8. അപ്പൊ 8 കിട്ടി. പിന്നെ പറഞ്ഞ ബഫല്ലോ എത്രയാ പറഞ്ഞത്? 4 to 10. അപ്പൊ 8 to 10 കിട്ടിയോ? 8 to 10 നാനോമീറ്റർ ആണ്, മൈക്രോ അല്ല. നാനോമീറ്റർ എന്ന് പറയുന്ന ആ കവർ ചെയ്യുന്നതാണ് ഫാറ്റ് ഡ്രോപ്ലെറ്റിനെ. ദ പ്രോപ്പർട്ടി ഓഫ് മെംബ്രെയിൻ are vastly different from both milk and plasma. അതായത് ഈ പറയുന്ന മെംബ്രെയിനിന്റെ പ്രോപ്പർട്ടി ഒരു ബന്ധവും ഇല്ല അതിന്റെ ഫാറ്റിന്റെയോ പ്ലാസ്മയുടെ ആയിട്ട്. ഏത്? ഈ പറയുന്ന 8 to 10 നാനോമീറ്റർ മെംബ്രെയിൻ. അതുപോലെ ഫ്ലാറ്റ് ഗ്ലോബ്യൂൾ മെംബ്രെയിന് എന്തിലൊക്കെ റിച്ച് ആണ്? എന്തുമാത്രം ഫോസ്ഫോലിപ്പിഡ് ഉണ്ടെന്നറിയോ? ഫോസ്ഫോലിപ്പിഡ്സും, റിച്ച് ഇൻ ഫോസ്ഫോലിപ്പിഡ്സ്. പിന്നെന്താണ്? ആൻഡ് കണ്ടെയ്ൻ ലിപ്പോപ്രോട്ടീൻസ് ഉണ്ട്, ആൻഡ് ഗ്ലിസറൈഡ്സ്, അതർ ഗ്ലിസറൈഡ്സ് ഉണ്ട്. അപ്പൊ ഈ പറയുന്ന ഫാറ്റിലുള്ള മെംബ്രെയിനില് ഫോസ്ഫോലിപ്പിഡ് ഉണ്ട്, അത് നിങ്ങൾ ഓർക്കണം. ഫോസ്ഫോലിപ്പിഡ് ഉണ്ട്, ലിപ്പോപ്രോട്ടീൻ ഉണ്ട്, ഗ്ലിസറൈഡ്സ് ഉണ്ട്. ഏത്? ഒരു മെംബ്രെയിനെ നമ്മൾ പറഞ്ഞില്ലേ, ഔട്ടർ കവറിങ്. എന്ത് മെംബ്രെയിനാ പറഞ്ഞത്? ഫ്ലാറ്റ് ഗ്ലോബ്യൂൾ മെംബ്രെയിൻ. അപ്പൊ ഫ്ലാറ്റ് ഗ്ലോബ്യൂൾ മെംബ്രെയിനില് എന്തുണ്ട്? ഈ പറയുന്ന ഫോസ്ഫോലിപ്പിഡ് ഉണ്ട്, ലിപ്പോപ്രോട്ടീൻസ് ഉണ്ട്, ഗ്ലിസറൈഡ്സ് ഉണ്ട്. വളരെ പാടാ സാർ ഈ 3 പേരുകൾ കിട്ടാൻ. ഫ്ലാറ്റ് ഗ്ലോബ്യൂൾസിന്റെ അകത്ത മെംബ്രെയിനില് ഇതൊക്കെ ഉണ്ടെന്ന്. സിമ്പിളാ പിള്ളാരെ. ഫ്ലാറ്റ് ആണോ? അല്ല, ഫാറ്റ്. തടിയുള്ള ആളല്ലേ? ആണോ? ആഷിത കേൾക്കുന്നുണ്ടോ? തടിയുള്ള ആളല്ലേ? ആണോ? ആളെന്ത് ചെയ്യും? തടിയുള്ളവർക്ക് യൂഷ്വലി ഗ്യാസ് ഒക്കെ പോവില്ലേ? പോവോ? ഗ്യാസ് പോകുന്നുണ്ടോ? എന്താണ്? ഗ്യാസ് പോകത്തില്ല. ക്രിസ്റ്റീന കേൾക്കുന്നുണ്ടോ? കേൾക്കാമോ ക്രിസ്റ്റീന? ഗ്യാസ് പോവും. എന്താ ഗ്യാസ്? നമ്മൾ കേട്ടിട്ടുള്ള ഗ്യാസ് ഏതാ? LPG അല്ലേ? LPG കിട്ടിയോ നിങ്ങൾക്ക്? L for lipoproteins, P for phospholipids and G for other glycerides. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയോ? അതെങ്ങനെയാ ഓർക്കുന്നതെന്ന് വെച്ചാൽ ഇത്ര ആലോചിച്ചാൽ മതി. തടിയുള്ളവർക്ക് ഗ്യാസ് പോവും. ഗ്യാസ് നിങ്ങളെ സംബന്ധിച്ച് കേട്ടിട്ടുള്ള ഏതാ? LPG, ലിക്വിഡ് പെട്രോളിയം ഗ്യാസ്.
പക്ഷെ ഇവിടെ LPG അതല്ല. L for lipoproteins, P for phospholipids and G for other glycerides. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഈ പറയുന്ന എന്ത് മെംബ്രെയിൻ്റെ അകത്ത് കാണുന്നത്, ഫ്ലാറ്റ് ഗ്ലോബ്യൂൾ മെംബ്രെയിൻ്റെ അകത്ത് കാണുന്ന ഈ ഫോസ്ഫോലിപ്പിഡ്സ് ആണ് എന്തിനെ സഹായിക്കുന്നത്, ഓക്സിഡേഷൻ ഓഫ് മിൽക്ക്. ഫോസ്ഫോലിപ്പിഡ്സ് ആണ് ഓക്സിഡേഷൻ ഓഫ് മിൽക്കിന് സഹായിക്കുന്നത്. ഓക്സിഡേഷൻ ഓഫ് മിൽക്കിന് സഹായിക്കുന്നത് ഫോസ്ഫോലിപ്പിഡുകളാണ്. അതുപോലെ തന്നെ ഹോമോജിനൈസേഷൻ റെഡ്യൂസേഴ്സ്. അപ്പോൾ ഫോസ്ഫോലിപ്പിഡ് ആണ് ഒരു മിൽക്കിന്റെ ഓക്സിഡേഷനെ സഹായിക്കുന്നതെന്നുള്ളത് നിങ്ങൾക്ക് ചോദ്യമായിട്ട് വരും. Which among the following helps in the oxidation of milk? അതിൻ്റെ അകത്ത് ഫോസ്ഫോലിപ്പിഡ് വരും, ഫാറ്റ് ഗ്ലോബ്യൂൾ വരും. ഫാറ്റ് ഗ്ലോബ്യൂൾ വരത്തില്ല, കാരണം ഫാറ്റ് ഗ്ലോബ്യൂളിൻ്റെ അകത്താണ് ഇത് വരുന്നത്. അല്ലാത്ത ഓപ്ഷൻ വന്നാൽ ഫോസ്ഫോലിപ്പിഡാന്ന് ഓർക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് പറയണം, പോയി പണി നോക്കെന്ന് പറയണം. പോയി പണി നോക്കുക. P for phospholipid, O for oxidation of milk. മനസ്സിലായോ? അപ്പോൾ ഫോസ്ഫോലിപ്പിഡ് ഓക്സിഡേഷൻ ഓഫ് മിൽക്കിനെ സഹായിക്കും. ഇപ്പൊ ഇത്രയും ക്ലിയർ അല്ലേ? ഇനി പറയുന്നത് ഈ ഫോസ്ഫോലിപ്പിഡ് ആണ് നമ്മുടെ ഓക്സിഡേഷനെ സഹായിക്കുന്നത്. ഹോമോജിനൈസേഷൻ റെഡ്യൂസസ് എന്തോ കുറയ്ക്കൂ എന്ന് പറയുന്നുണ്ട്. ഹോമോജിനൈസേഷൻ റെഡ്യൂസസ് ഫാറ്റ് ഗ്ലോബ്യൂൾസിനെ എന്താക്കും? ഫാറ്റ് ഗ്ലോബ്യൂൾസിനെ ചെറിയ സൈസുള്ള ടു എ സ്മോൾ സൈസ് ചെറിയ സൈസാക്കി മാറ്റും. ആര്? ഹോമോജിനൈസേഷൻ റെഡ്യൂസസ് fat globules to small size and reduces the tendency of separation. എന്തിന്റെ ടെൻഡൻസിയാണ് റെഡ്യൂസ് ചെയ്യുന്ന? ടെൻഡൻസി ഓഫ് സെപ്പറേഷൻ ഡ്യൂറിങ്. സെപ്പറേറ്റ് ആവാനുള്ള ടെൻഡൻസി കുറയ്ക്കും. ഡ്യൂറിങ് സ്റ്റോറേജ്, സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ഇവര് സെപ്പറേറ്റ് ആയി പോവാതിരിക്കാൻ ഉള്ള ടെൻഡൻസി കുറയ്ക്കുമെന്നാണ് പറയുന്നത്. ഹോമോജിനൈസേഷൻ റെഡ്യൂസസ് ഫ്ലാറ്റ് ഗ്ലോബ്യൂൾസ് ടു സ്മോൾ സൈസ്. അങ്ങനെ ചെറിയ സൈസ് ആവുന്ന മൂലം അതിന്റെ ടെൻഡൻസി, സെപ്പറേഷൻ ടെൻഡൻസി കുറഞ്ഞിരിക്കും സ്റ്റോർ ചെയ്യുന്ന സമയത്ത്. അതാണ് ഹോമോജിനൈസേഷൻ ആണ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഹോമോജിനൈസേഷൻ. ഇനി അടുത്ത പറയുന്നത് മിൽക്ക് ഫാറ്റ് ഓൾസോ കണ്ടെയ്ൻ കൊളസ്ട്രോൾ. അപ്പോൾ മിൽക്ക് ഫാറ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻ കൊളസ്ട്രോൾ എന്നൊരു സ്റ്റേറ്റ്മെന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കാരണം മിൽക്ക് ഫാറ്റില് കൊളസ്ട്രോള് ഉണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി പറയുന്നത് thus differentiating it from vegetable fats which contain phytosterols. വെജിറ്റബിൾ ഫാറ്റില് എന്താണ് കാണുന്നത്? ഫൈറ്റോസ്റ്റീറോൾസ്. അപ്പോൾ നമ്മുടെ മിൽക്ക് ഫാറ്റും വെജിറ്റബിൾ ഫാറ്റാന്ന് എങ്ങനെ തിരിച്ചറിയാന്ന് വെച്ചാൽ, മിൽക്ക് ഫാറ്റിൻ്റെ അകത്തെ കൊളസ്ട്രോൾ ഉള്ളൂ. എന്നാൽ പ്ലാന്റ്സിൻ്റെ അകത്ത്, പ്ലാന്റ്സ് അല്ലേ വെജിറ്റബിൾസ്, വെജിറ്റബിൾസ് അടുത്ത ഫൈറ്റോസ്റ്റീറോൾസ് ആണ്. സ്റ്റീറോൾ നമ്മളെ ഫാറ്റിൻ്റെ അകത്ത് പഠിക്കും. പക്ഷേ ഫൈറ്റോ എന്ന ടേം പ്ലാന്റ് എന്നാണെന്ന് ഓർക്കണം. പ്ലാന്റ് എന്നാണ്, ഫൈറ്റോ മീൻസ് പ്ലാന്റ് എന്നാ. അപ്പോൾ ഫൈറ്റോസ്റ്റീറോൾസ് ആണ് ഇവിടെ കാണുന്ന ഫാറ്റ്. പക്ഷെ മിൽക്കില് ഫൈറ്റോസ്റ്റീറോൾസ് ഇല്ല. മിൽക്ക് കണ്ടെയ്ൻസ് ഫൈറ്റോസ്റ്റീറോൾ എന്നൊരു ഓപ്ഷൻ കണ്ട അത് തെറ്റാണ്. മിൽക്കിന്റെ അകത്ത് കൊളസ്ട്രോള് മാത്രമേ ഉള്ളൂ. ഫാറ്റിന്റെ അകത്ത് കൊളസ്ട്രോൾ ആണ് വരുന്നത്. പിന്നെ പറയുന്നത് മിൽക്ക് കണ്ടെയ്ൻസ് 0.23% എന്തുണ്ട്? ഫോസ്ഫോലിപ്പിഡ്സ് ഉണ്ട്. ഫോസ്ഫോലിപ്പിഡ്സ് നേരത്തെ പറഞ്ഞല്ലോ. എന്തൊക്കെയാ പറഞ്ഞ?
LPG പറഞ്ഞില്ലേ? ആദ്യം പറഞ്ഞ L എന്താണ്? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? L എന്തായിരുന്നു? ലിപ്പോപ്രോട്ടീൻസ്. P എന്താണ്? ഫോസ്ഫോലിപ്പിഡ്സ്. G എന്താണ്? ഗ്ലിസറിൻ ആണോ ഗ്ലിസറോൾ ആണോ? ഏതാണ് ക്വസ്റ്റ്യൻ? ഗ്ലിസറോൾ ആണോ? അതർ ഗ്ലിസറൈഡ്സ്, ഗ്ലിസറൈഡുകളാണ്. അപ്പൊ ഇവിടെ പറഞ്ഞത് കൊളസ്ട്രോളിനകത്ത് നമുക്ക് 0.1 to 0.23% ഫോസ്ഫോലിപ്പിഡ്സ് കാണുന്നുണ്ട് മിൽക്കിന്റെ അകത്ത്. ഈ ഫോസ്ഫോലിപ്പിഡ്സ് ഏതൊക്കെയാന്ന് വെച്ചാ ആദ്യം പറയുന്നത് ലെസിത്തിൻ, ലെസിത്തിൻ, ലെസിത്തിൻ. പിന്നെ പറയുന്ന രണ്ടാമത് എന്താ പറയുന്ന? ലെസിത്തിൻ കഴിഞ്ഞ ഫോസ്ഫറ്റൈൽ, ഫോസ്ഫറ്റൈൽ, ഫോസ്ഫറ്റൈൽ സെറൈൻ, ഫോസ്ഫറ്റൈൽ സെറൈൻ. മൂന്നാമത് പറയുന്നത് സ്പിഞ്ചോ മൈലിൻ, സ്പിഞ്ചോ മൈലിൻ, സ്പിഞ്ചോ മൈലിൻ. പിന്നെ പറയുന്നത് ഐനോസിറ്റോൾ, ഐനോസിറ്റോൾ, ഐനോസിറ്റോൾ. പിന്നെ പറയുന്നത് സെറിബ്രോസൈഡ്സ്, സെറിബ്രോസൈഡ്സ്. ഈ പറയുന്ന സാധനങ്ങളെല്ലാം തന്നെ എക്സെട്ര ഇതെല്ലാം ഫോസ്ഫോലിപ്പിഡുകളാണ്. ഏതൊക്കെയാണ്? ലെസിത്തിൻ, ഫോസ്ഫറ്റിഡൈൽ സെറൈൻ, സ്പിഞ്ചോമൈലിൻ, ഐനോസിത്തോൾ, സെറിബ്രോസൈഡ്സ്. ഇതെല്ലാം ഫോസ്ഫോലിപ്പിഡാണ്. ഇത് 0.1 to 1.2% കാണുന്ന ഫോസ്ഫോലിപ്പിഡ് ആണോ പറഞ്ഞത്? അല്ല, 0.1 to 2.3% ആണ്. ക്ലിയർ ആണോ? എന്നാൽ ഈ പറയുന്ന ലെസിത്തിന്, ഫോസ്ഫറ്റിഡൈൽ സെറൈന്, സ്പിഞ്ചോമൈലിന്, ഐനോസിറ്റോള്, സെറിബ്രോസൈഡ്സ് ഇതെല്ലാം നമുക്ക് ഓർക്കണം. ഓക്കെ, അത് എങ്ങനെ ഓർക്കുമെന്ന് വെച്ചാല് എങ്ങനെ ഓർക്കും? വളരെ പാടാ സാർ. ഇത് വളരെ സിമ്പിളാണ്. കാരണം നിങ്ങൾ ആലോചിച്ചാൽ മതി. ഞാൻ തടിയെക്കുറിച്ചാണ് പറയുന്നത്. ഫാറ്റ്, തടിയുള്ള നമ്മളൊരു പോലീസ് സ്റ്റേഷനിലോട്ട് പോവുകയാണ്. ഇവിടുത്തെ സിറ്റുവേഷൻ അതാ. ആ പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ അവിടെ നിങ്ങൾക്ക് ആരെയൊക്കെ കാണാൻ പറ്റും? ഒരു SIയെ കാണത്തില്ലേ? SIയെ കാണാം. പിന്നെ ആരെ കാണാൻ പറ്റും നിങ്ങൾക്ക്? ഒരു PCയെ കാണാം, പോലീസ് കോൺസ്റ്റബിൾ. പോലീസ് കോൺസ്റ്റബിളെയും കിട്ടി. PCയും SIയും തമ്മിൽ ലവ് ആണ്. എന്താണ് ലവ്? അപ്പോ എന്താണ്? P for phosphatidyl serine, C for cerebrosides, and I for inositol, and S for spingomyelin, and last L for lecithin. സംഭവം ഇതിങ്ങനെ കാണാതെ പഠിച്ചില്ലേലും അറ്റ്ലീസ്റ്റ് തടി എന്ന് ആലോചിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഫോസ്ഫോലിപ്പിഡ്സ് ആലോചിക്കുമ്പോൾ PC ഉണ്ട് സാർ. PCയുടെ കണക്ഷനാണ് നമ്മുടെ SI. അപ്പം ലവ് L, പിന്നെ SI, എസും ഐയും കിട്ടും. ആദ്യത്തെ ലെറ്റേഴ്സ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കോഡ് വെച്ചിട്ട് തന്നെ കിട്ടും. ഇത് കാണാൻ പഠിച്ചില്ലേ പോലും അവിടെ തെറ്റത്തില്ല, അവിടെ കിട്ടും സാധനം. വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫോസ്ഫോലിപ്പിഡ്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും. പക്ഷേ ഇവിടെ നമ്മൾ അല്ലാതെ തന്നെ നമ്മൾ 2-3 തവണ പറയുമ്പോൾ തന്നെ കിട്ടും. ആദ്യം പറഞ്ഞത് എന്താണ്? S ആണ്, സ്പിഞ്ചോ ഫോസ്ഫോലിപ്പിഡ്, സ്പിഞ്ചോ ഫോസ്ഫോലിപ്പിഡ്. അതുപോലെ തന്നെ I ഫോർ അയണോസിത്തോൾ. ഇനി പിന്നെ അടുത്ത SI. ഇനി P എന്ന് പറയുന്നത് ഫോസ്ഫറ്റൈൽ സെറൈൻ. C എന്ന് പറയുന്നത് എന്താണ്? സെറിബ്രോസൈഡ്സ്. ആൻഡ് ലാസ്റ്റ് ലവ് അല്ലേ? ലെസിത്തിൻ. ഈ എല്ലാത്തിലും ഒരു ഇന്നുണ്ട്. സെറൈൻ എന്നാണ്, ലെസിത്തിൻ എന്നുണ്ട്, സ്പിഞ്ചോമൈലിൻ എന്നുണ്ട്, അതുപോലെ സെറിബ്രോസൈഡ്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇപ്പൊ പറഞ്ഞ ഫോസ്ഫോലിപ്പിഡ്സ് ഏതൊക്കെയാണ്. അതിന്റെ പെർസെൻറ്റേജ് മറക്കണ്ട.
0.1 തൊട്ട് 2.3% വരെയാണ്. ഏത് ഫാറ്റിന്റെ പെർസെൻറ്റേജ് ആണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഫാറ്റിന്റെ പെർസെൻറ്റേജ് 0.1 to 2.3% ആണ്. ഇനി 2.3 അല്ല 0.23% ആണ്. ഇനി അടുത്തത് സം ഓഫ് ദീസ് ഫോസ്ഫോലിപ്പിഡ്സ് സെർവസ്. ഈ പറഞ്ഞ ഫോസ്ഫോലിപ്പിഡ്സ് ചിലത് എന്താണ്? ആന്റി ഓക്സിഡൻസ് ആണ് ഇൻ പ്രൊലോങ്ങിങ് ഷെൽഫ് ലൈഫ് ഓഫ് ഗീ. ഈ കാണുന്ന ഫോസ്ഫോലിപ്പിഡ്സിൽ ചിലതാണ് നമ്മൾ ആന്റി ഓക്സിഡൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഗീന്റെ അകത്ത്. ഗീന്റെ അകത്തല്ല, അതുകൊണ്ടാണ് ഗീക്ക് ഷെൽഫ് ലൈഫ് കൂടുതൽ. ഗീന്റെ അകത്ത് ഈ പറയുന്ന ചില ഫോസ്ഫോലിപ്പിഡ്സ് പ്രസന്റ് ആണ്. അതുപോലെ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് സച്ചസ്. ഇനി പറയുന്നത് സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ആണ്. സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് എന്ന് വെച്ചാൽ അവർക്ക് ഡബിൾ ബോണ്ട് ഇല്ല. ഡബിൾ ബോണ്ട് ഇല്ലാത്ത സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡിനകത്ത് നമ്മൾ എന്താ പറയുന്നത്? സച്ചസ് മെറിസ്റ്റിക്, MYRISTIC, മെറിസ്റ്റിക്. അതുപോലെ തന്നെ നമുക്ക് പറയുന്നതാണ് പാൽമെറ്റിക്, മെറിസ്റ്റിക്, പാൽമെറ്റിക്, സ്റ്റിയറിക്. 3 ആസിഡുകളാണ് പറയുന്നത്. ഒന്ന് മെറിസ്റ്റിക്, പാൽമെറ്റിക്, സ്റ്റിയറിക് ആസിഡ്. ഇതിൻ്റെ അകത്തെല്ലാം എന്തുണ്ട്? ഇതിൻ്റെ അകത്തെല്ലാം 2/3 ഓഫ് മിൽക്ക് ഫാറ്റി ആസിഡ് ഉണ്ട്. 2/3 മിൽക്ക് ഫാറ്റി ആസിഡ് ഉണ്ട്. മിൽക്കിന്റെ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട് ഈ പറയുന്ന ആസിഡുകൾ. അതായത് മെറിസ്റ്റിക്, പാൽമെറ്റിക്, സ്റ്റിയറിക്. PMSO, SMPO, MSP, MPS. ഓക്കെ, ഇതിൻ്റെ അകത്ത് SMB 2/3 എന്ന് പറയുന്നത് 3 ആസിഡുകളാണുള്ളത്. ഒന്ന് മെറിസ്റ്റിക്, പാൽമെറ്റിക്, സ്റ്റിയറിക്. ഈ പാൽമെറ്റിക് പാലിലുണ്ടെന്ന് ഓർക്കാമല്ലോ. പാൽമെറ്റിക്. സ്റ്റിയറിക് ആസിഡ് എന്ന് വെച്ചാൽ പാല് കൊണ്ടുവരുന്ന വണ്ടിയുടെ സ്റ്റിയറിംഗ് ആലോചിച്ചാൽ മതി. വലിയ ലോറി ഉണ്ടല്ലോ, അതിലല്ലേ പാല് കൊണ്ടുവരുന്ന. അപ്പൊ സ്റ്റിയറിംഗ് ഉണ്ടല്ലോ, അപ്പൊ സ്റ്റിയറിക് കിട്ടും. അത് ഓടിക്കുന്ന ഒരു വൃത്തികെട്ടവനാ, എൻ്റെ പേര് ഞാൻ പറയുന്നില്ല. മെറിസ്റ്റിക്. അപ്പൊ കിട്ടിയല്ലോ. അപ്പൊ മെറിസ്റ്റിക്, പാൽമെറ്റിക്, സ്റ്റിയറിക്. സിറ്റുവേഷൻ വളരെ സിമ്പിള്. ലോറി ഓടിക്കുന്ന ആളുടെ പേരാണ് ലാസ്റ്റ് പറഞ്ഞത്. അതിന് മുമ്പ് 2 എണ്ണം പറഞ്ഞതെന്ന് വെച്ചാൽ ആദ്യം പറഞ്ഞ പാൽമെറ്റിക്, പിന്നെ സ്റ്റിയറിക്, പിന്നെ മെറിസ്റ്റിക് ആസിഡ്. ഈ 3 ആസിഡുകളെ കമ്പോസ് ചെയ്യുന്നത് 2/3 ഓഫ് മിൽക്കിലാണ്. അതുപോലെ തന്നെ ഒലീക് ആസിഡ് ഈസ് ദ മോസ്റ്റ് അബണ്ടന്റ് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത് മെറിസ്റ്റിക് ആസിഡ്, സ്റ്റിയറിക് ആസിഡ്, പാൽമെറ്റിക് ആസിഡ്. പക്ഷേ മോസ്റ്റ് അൺസാച്ചുറേറ്റഡ് അബണ്ടന്റ് ആയിട്ടുള്ള ഫാറ്റി ആസിഡ് മിൽക്കി കാണുന്നത് വിത്ത് 1 ഡബിൾ ബോണ്ട്, ഒറ്റ ഡബിൾ ബോണ്ട് ഉള്ള. അതിന് പറയുന്ന പേരാണ് ഒലീക് ആസിഡ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒലീക് ആസിഡ്. ഒലീക് ആസിഡ് ആണ് ഏറ്റവും കൂടുതൽ മോസ്റ്റ് അബണ്ടന്റ് ആയിട്ടുള്ള. സാച്ചുറേറ്റഡ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്. ഒറ്റ ഡബിൾ ബോണ്ട് ഉള്ള ഫാറ്റി ആസിഡ് കാണുന്നത് നമ്മുടെ എന്താണ്? ഒലീക് ആസിഡ് ആണ്. അപ്പൊ ഞാൻ ജസ്റ്റ് ഇപ്പൊ പറഞ്ഞത് ഫാറ്റിനെ പറ്റിയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഫാറ്റിനെ പറ്റി ഒരു ഐഡിയ കിട്ടിക്കാണും. ഫാറ്റിൽ എന്തൊക്കെ കണ്ടിട്ടുണ്ട്? ഫാറ്റില് ഗ്ലോബ്യൂൾസ് ഉണ്ട്, അതിനൊരു മെംബ്രെയിൻ ഉണ്ട്, ഫ്ലാറ്റ് ഗ്ലോബുലാർ മെംബ്രെയിൻ. അതിൻ്റെ അളവ് എത്രയെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഫാറ്റിൻ്റെ അകത്ത് എന്തൊക്കെ കണ്ടിട്ടുണ്ട്? ഫോസ്ഫോലിപ്പിഡ്സുകളൊക്കെ ഉണ്ട്. ഏതൊക്കെ ഫോസ്ഫോലിപ്പിഡ്സ് ഉണ്ട്? അതുപോലെ പിന്നെ പറഞ്ഞതെന്ന് വെച്ചാൽ ഫാറ്റിൻ്റെ അകത്ത് നമ്മൾ കാണുന്ന സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡും അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും
ഒരു ഗുഡ് ബൈ.